പത്തനംതിട്ടയിലെ CPM നേതാവ് എ പത്മകുമാർ ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. എ വി ജയശങ്കറിനൊപ്പമാണ് അദ്ദേഹം ഉള്ളത് ഇപ്പോൾ. ഗുഡ് മോർണിംഗ് ജയശങ്കർ. അദ്ദേഹത്തോട് താങ്കൾ സംസാരിക്കൂ, ഞാനത് കേട്ടുകൊണ്ട് നിൽക്കാം. ഗുഡ് മോർണിംഗ് എസ് കെ. രാവിലെ വന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ പരിഭവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പതിവ് കൃത്യങ്ങളിലേക്ക് കടന്നു. എന്തായാലും ഇപ്പോൾ എ പത്മകുമാർ 24-നോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ CPM രാഷ്ട്രീയത്തിൽ അങ്ങയുടെ പേരും ഒക്കെയാണ് വലിയ വിവാദമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നു. ഇന്ന് രാവിലെ ഉൾപ്പെടെ നാളെ DC കൂടാൻ നിൽക്കുകയാണ്. പാർട്ടിയോടുള്ള പ്രശ്നങ്ങൾ ഇന്നലത്തെ ചർച്ചയിൽ പരിഹരിച്ചോ? എന്താണ് അങ്ങേക്ക് പറയുന്നത്? അതല്ല, ഞാൻ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പൊതുവിൽ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് മുതിർന്ന നേതാവ് ഉൾപ്പെടെ AK ബാലൻ ഉൾപ്പെടെ. AK ബാലനൊക്കെ വളരെ ചെറുപ്പം മുതലേ എൻ്റെ ജ്യേഷ്ഠ സഹോദരന് തുല്യമായി കരുതുന്ന ആൾക്കാരാണ്. അവരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ വേറൊരു കാര്യത്തെ സംബന്ധിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. ഒരുപാട് വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വാർത്തകൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക. ഇന്നലെ BJP നേതാക്കൾ പറയുന്നത് ഇവിടെ വീട്ടിലെത്തി അങ്ങയോടും 15 മിനിറ്റ് അങ്ങയോട് സംസാരിച്ചു എന്നൊക്കെയാണ് BJP പറയുന്നത്. അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നോ? എന്താ അതിലെ വസ്തുത? ഇവിടെ എൻ്റെ വീടിൻ്റെ പടമെല്ലാം കൂടെ കൊടുത്തിട്ടാണല്ലോ അങ്ങനെ ഒരു വാർത്ത വന്നത്. ഇപ്പോൾ എൻ്റെ പേരിൽ ചിലപ്പോൾ നേതാവാകാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വാർത്ത വന്നോട്ടെ എന്നുള്ള ധാരണയിലായിരിക്കും അവരങ്ങനെ കൊടുത്തത്. എനിക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. അങ്ങനെ ഒരു ആലോചനയും സഖാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല? തീർച്ചയായും ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ പാർട്ടി മെമ്പറാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പാർട്ടി എടുക്കുന്ന എന്ത് നിലപാടും ഞാൻ ഉത്തരവാദിത്തപ്പെട്ടൊരു പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് നേരിടും, അത്രയേ ഉള്ളൂ. അന്ന് സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങി ആദ്യം അന്ന് 24-നോടാണ് എന്നോടാണ് സംസാരിക്കുന്നത്. അതിനുശേഷം എല്ലാ മാധ്യമങ്ങളോടും അങ്ങ് സംസാരിച്ചു. അന്നത്തെ ഒരു പാർട്ടി കേഡറിന് ചോദിച്ച ഒരു പ്രവൃത്തിയല്ല എന്നാണ് പൊതുവിൽ എല്ലാവരും പറയുന്നത്. അതന്ന് വൈകാരികമായൊരു പ്രതികരണമായിരുന്നു. ആ ഒരു ഘട്ടത്തിലുണ്ടായിരുന്ന മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള വൈകാരിക പ്രതികരണമായിരുന്നു. അത് സ്വാഭാവികമായി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേറെ ഞാൻ വരുന്നതിലോ വരാത്തതിലോ ഒന്നും അല്ല എൻ്റെ പ്രശ്നം. ഞാൻ ഉന്നയിച്ചൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഞാൻ പരസ്യമായി പറയാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട്. തെറ്റുപറ്റിപ്പോയെന്ന് തോന്നുന്നുണ്ടോ ആ വൈകാരിക പ്രകടനം? ഒരു മനുഷ്യരാകുമ്പോൾ സ്വാഭാവികമായിട്ട് വൈകാരിക പ്രകടനമൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് അന്നേരം ചർച്ച ചെയ്യാം. ഇന്നലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി വന്നിരുന്നു. സ്വതവേ CPM-ൽ ഇത്തരത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു നേതാവിൻ്റെ വീട്ടിലെത്തി സന്ദർശിക്കുക, കൂടിക്കാഴ്ച നടത്തുക എന്നുള്ള ശീലമൊന്നും CPM-ൽ സംബന്ധിച്ച് നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ അങ്ങയുടെ കാര്യത്തിൽ പാർട്ടി ഒരു പ്രത്യേക പരിഗണന ആ കാര്യത്തിൽ തരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇന്നലെ ചർച്ചയിൽ എന്തെങ്കിലും സുപ്രധാനമായ നിർദ്ദേശങ്ങൾ പാർട്ടിയിൽ നിന്ന് ലഭിച്ചോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ 52 വർഷമായി ഈ പാർട്ടി നിൽക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ട് ഞാൻ സാധാരണ നിലയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തുറന്ന് പറയുന്ന ആളാണ്. അങ്ങനെ തുറന്ന് പാർട്ടി ഘടകത്തിലല്ലാതെ പറഞ്ഞത് തെറ്റായിപ്പോയി എന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട്. പാർട്ടി ജില്ലാ സെക്രട്ടറി ഞങ്ങൾ തമ്മിൽ കണ്ടു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അങ്ങനൊരു പൊതുവിൽ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു നിലപാടാണ് പാർട്ടി എന്നുള്ള നിലയ്ക്കുള്ളത്. പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കട്ടെ. ആ തീരുമാനത്തോടൊപ്പം ഞാൻ നിൽക്കും. നാളെ അങ്ങ് പാർട്ടിയുടെ കമ്മിറ്റിയിൽ പങ്കെടുക്കും? തീർച്ചയായിട്ടും. രാവിലെ 10 മണിക്ക് തന്നെ അവിടെ കാണും, ഒരു കുഴപ്പമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി എടുക്കുന്ന നടപടികൾക്ക് അങ്ങ് ഒരു തരത്തിലുള്ള ഭയോ പ്രശ്നമൊന്നുമില്ല? എല്ലാം പാർട്ടി വിധേയനായി നിൽക്കും? സംശയം എന്താ? കാരണം പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ പാർട്ടിക്ക് പുറലേക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ പറയാനുള്ള കാര്യങ്ങൾ പറയണം. അത് പറയേണ്ടത് പാർട്ടി ഘടകത്തിലാണ്. പാർട്ടി ഘടകത്തിലല്ലാതെ ഫേസ്ബുക്കിൽ പറഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിക്കുന്ന പ്രശ്നം. മറ്റ് പലരും അതുപോലെ ചിലപ്പോൾ ഈ വികാരമുള്ളവരുണ്ടാവാം, അവരൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് അതിൻ്റെ തെറ്റും ശരിയും പാർട്ടി ഘടകം വിലയിരുത്തട്ടെ. 52 വർഷമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു, ഒരു മികച്ച കേഡറാണ്, ആ സംവിധാനത്തിൽ പോകുന്ന ഒരാളാണ്. നാളെ കമ്മിറ്റിയിൽ നടപടി ഉണ്ടാകുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഒരു സഖാവ് എന്ന നിലയിൽ, പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പ്രഥമ ദൃഷ്ട്യാ സാധാരണ നിലയ്ക്ക് ഇങ്ങനെ ഞാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഖാക്കളോ ഈ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ കാര്യം ചർച്ച ചെയ്യേണ്ടതാണ്. പാർട്ടി ഘടകമാണല്ലോ നടപടി വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരുപാട് നമ്മുടെ പാർട്ടി ചരിത്രം സംബന്ധിച്ച് പരിശോധിച്ചാൽ നമ്മുടെ പാർട്ടി ചരിത്രത്തിൽ ഒട്ടേറെ ആളുകൾ ഇതുപോലുള്ള ചില പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അവർ തെറ്റുതിരുത്തിയിട്ടുണ്ട്. ആ തെറ്റുതിരുത്തിയിട്ട് അവർ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുതന്നെയാവും എൻ്റെയും കാര്യത്തിലുണ്ടാകുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തുടർന്ന് പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ഇന്ന് ലഭിക്കുന്ന സന്ദേശം. സംശയം എന്താ?
പിന്നെ ഈ വീണ ജോർജിനെതിരെ ഇന്നലേക്ക് ഉന്നയിച്ച ചില വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇപ്പോഴും ആ പ്രസ്താവനകൾ നിൽക്കുന്നുണ്ടോ? സാർ, വീണ ജോർജ്, ഞാൻ ഒരിക്കലും വീണ ജോർജിനെതിരായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉന്നയിക്കലല്ല. സാർ, വീണ ജോർജ് MLA എന്നുള്ള നിലയ്ക്ക്, മന്ത്രി എന്നുള്ള നിലയ്ക്ക് നല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പറഞ്ഞതുപോലെ അവർ 9 വർഷക്കാലം കൊണ്ട് 9ൽ പഠിക്കുന്ന ആളാണ്. അവർക്ക് അവരുടെ കഴിവിനെ ഞാൻ കുറച്ച് കാണുന്നില്ല. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായുള്ളൂ. ആ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ്. ആ പറഞ്ഞ കാര്യം വെളിയിൽ പറഞ്ഞു എന്നുള്ളതാണല്ലോ പ്രശ്നം. അത് നമുക്ക് എങ്ങനെ വേണമെന്നുള്ളത് പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്യട്ടെ. 52 വർഷമായി. അപ്പോൾ ഇനിയും കൂടുതൽ എന്തെങ്കിലും സ്ഥാനം വേണം, പാർട്ടി തരണമെന്നൊരു ആഗ്രഹം ഒരു മനുഷ്യൻ എന്ന രീതിയിൽ, ഒരു പ്രവർത്തകൻ, ഇത്രയും നീണ്ട നാളത്തെ പ്രവർത്തകൻ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? ഒരു സ്ഥാനം, പാർട്ടി തരുന്ന ഒരു അംഗീകാരം എന്നുള്ള രീതിയിൽ ഒരു സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ടോ? സാർ, AK ബാലൻ പറഞ്ഞൊരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു. ഈ പാർട്ടി വളർന്നു വന്നിട്ടുള്ളത് ഒട്ടേറെ മർദ്ദനങ്ങളും അതുപോലെ തന്നെ ഒട്ടേറെ പീഡനങ്ങളും അനുഭവിച്ചുകൊണ്ട് വളർന്നു വന്ന പാർട്ടിയാണ്. ഒട്ടേറെ ആളുകൾ രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ള പാർട്ടിയാണ്. അവരൊക്കെ നമ്മളെപ്പോലെ തന്നെ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നവരാണ്. സ്വാഭാവികമായി അങ്ങനെ ഒരു പാർട്ടി, ഞാനൊരു ആശയത്തിൻ്റെ പിന്നാലെയാണ് നിൽക്കുന്നത്, അല്ലാതെ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെയോ കാര്യത്തിലല്ല. സ്വാഭാവികമായി വ്യക്തിനിഷ്ഠമായ ഒരു പ്രശ്നമായി ഞാൻ കാണുന്നില്ല. പക്ഷേ അപ്പോൾ ഉണ്ടായൊരു പ്രശ്നം, ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ അതിനോട് പ്രതികരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിലിപ്പോൾ ഖേദം തോന്നുന്നുണ്ട് കേഡർ എന്നുള്ള നിലയിൽ? സംശയം എന്താ, പാർട്ടി കേഡർ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതിപ്പോൾ മറ്റൊരാളാണ് ഇത് പറയുന്നതെങ്കിൽ അയാളുടെ പേര് കർശനമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുമായിരുന്നു. ഓക്കെ, എന്തായാലും പത്തനംതിട്ടയിലെ മുതിർന്ന നേതാവ് A. പത്മകുമാറാണ് 24-നോടൊപ്പം ചേർന്നത്. അന്ന് സമൂഹ മാധ്യമങ്ങളിൽ, ഫേസ്ബുക്കിൽ നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹത്തിന് ഖേദം തോന്നുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു കേഡറാണ് ഇത് ചേരുന്നെങ്കിൽ കർശനമായ നടപടി പാർട്ടി എടുക്കുമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും പാർട്ടിയുടെ വഴിയെ തന്നെയാണ് പത്മകുമാർ, പാർട്ടിയുടെ വഴി തെറ്റി വേറെ എങ്ങോട്ടും പോകില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ്. എന്തായാലും നേതാവാണ്. ആ രാവിലെ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു നല്ല കേഡറാണ്. ആ കേഡർ എന്നുള്ള രീതിയിൽ ഇനിയും മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നലെ അദ്ദേഹം 62-ാം വയസ്സിൽ റിട്ടയർഡ് ആവുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം ഇല്ല എന്നാണ് ജയശങ്കറെ അദ്ദേഹത്തോട് എന്നെ ഒരു അന്വേഷണം പറഞ്ഞേക്കുക. അദ്ദേഹത്തെക്കാളും 3 വയസ്സ് കൂടിയുള്ള ഒരാളാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വഴികളൊക്കെ ഭദ്രമായിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, താങ്ക് യു, AV ജയശങ്കർ.